വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പ്രിൻ്റർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള പ്രിൻ്ററുകളെക്കുറിച്ചും ആ പ്രിൻ്ററുകളുടെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എന്താണ് പ്രിൻ്റർ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ. പേപ്പറിനകത്ത് ഇൻഫർമേഷൻ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകളെ നമുക്ക് പ്രധാനമായിട്ടും സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്നും ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്നും തിരിക്കും. പെർമനൻ്റ് ആയിട്ടുള്ള മാനറിൽ, അതായത് പേപ്പറുകളിലൊക്കെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്നത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാണ്. അത്തരത്തിലുള്ള ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിൻ്ററുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന തരത്തിലാണ് നമ്മൾ പ്രിൻ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് പ്രിൻ്റേഴ്സിനെ നമുക്ക് ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെ തന്നെ ക്യാരക്ടർ പ്രിൻ്റേഴ്സ് എന്നും ലൈൻ പ്രിൻ്റേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. പ്രധാനപ്പെട്ട ക്യാരക്ടർ പ്രിൻ്റേഴ്സ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റേഴ്സും ഡെയ്സി വീൽ പ്രിൻ്റേഴ്സുമാണ്. ലൈൻ പ്രിൻ്റേഴ്സിൽ വരുന്നത് ഡ്രം പ്രിൻ്റേഴ്സും ചെയിൻ പ്രിൻ്റേഴ്സുമാണ്. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രിൻ്ററുകളാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സും ലേസർ പ്രിൻ്റേഴ്സും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻ്ററുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇമ്പാക്റ്റ് എന്നും നോൺ ഇമ്പാക്റ്റ് എന്നും രണ്ട് തരത്തിലുള്ള പ്രിൻ്ററുകളാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന വിവിധ തരത്തിലുള്ള പ്രിൻ്ററുകളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ആദ്യത്തെ കാറ്റഗറിയായ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. Impact printers create an image by using some mechanism to physically press an ink ribbon against the page. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന പേപ്പറിലേക്ക് ഒരു ഇങ്ക്ഡ് റിബണിനെ പ്രസ് ചെയ്ത്, അതായത് ഫിസിക്കലി കോണ്ടാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് ആ ഒരു ടൈപ്പിലുള്ള മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രിൻ്ററുകളെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ആ ഒരു ഇമേജ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത്, നമ്മൾ സീലൊക്കെ ചെയ്യുന്നത് പോലെ പ്രസ് ചെയ്ത് പേപ്പറിലേക്ക് പിടിപ്പിക്കുന്നു. അങ്ങനെ ഒരു പ്രിൻറ്റിംഗ് മെക്കാനിസവും പേപ്പറുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരത്തക്ക വിധത്തിലുള്ള ഒരു മെക്കാനിസമുള്ള പ്രിൻ്ററുകളാണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഇങ്ക്ഡ് റിബണുകളാണ്. അപ്പോൾ ഈ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ തന്നെ ആദ്യത്തെ ഒരു ടൈപ്പ് പ്രിൻ്ററുകളാണ് ക്യാരക്ടർ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ടൈപ്പിലുള്ളത് തന്നെയാണ്. അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് ക്യാരക്ടർ പ്രിൻ്റേഴ്സ്. ക്യാരക്ടർ പ്രിൻ്റേഴ്സ് ആർ ദ പ്രിൻ്റേഴ്സ് വിച്ച് പ്രിൻ്റ് വൺ ക്യാരക്ടർ അറ്റ് എ ടൈം. അതായത് ഒരു സമയം പ്രിൻ്റ് ചെയ്യുന്നതിൽ ഒരു സമയം ഒരു ക്യാരക്ടർ മാത്രമേ അതിന് പ്രിൻ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻ്ററുകളെ, ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ പ്രിൻ്റേഴ്സ്. അപ്പോൾ ക്യാരക്ടർ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു സമയം അറ്റ് എ ടൈം ഓൺലി വൺ ക്യാരക്ടർ ക്യാൻ പ്രിൻ്റ്. നമ്മുടെ ക്യാരക്ടർ പ്രിൻ്റേഴ്സിൽ വരുന്ന ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. All dot matrix printers create characters on paper by striking an inked ribbon with a hard surface. ഒരു ഇങ്ക്ഡ് റിബണിനെ ഒരു ഹാർഡ് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകളും വർക്ക് ചെയ്യുന്നത്. അൺലൈക്ക് ടൈപ്പ് റൈറ്റേഴ്സ് വിച്ച് യൂസസ് എ സിമിലർ മെക്കാനിസം, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റേഴ്സ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് ക്യാരക്ടർ ഷേപ്സ് ഓർ ഫോൺസ്. അപ്പം നമ്മൾ സാധാരണഗതിയിലുള്ള ടൈപ്പ് റൈറ്ററുകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മളിങ്ങനെ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അത് എന്നൊരു റിബണിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ബാക്കിലിരിക്കുന്ന പേപ്പറിലേക്ക് ആ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലേ? അവിടെയെല്ലാം ഫിക്സഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതേപോലെ അല്ല ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ വർക്ക് ചെയ്യുന്ന മെക്കാനിസം അത് തന്നെയാണെങ്കിലും അതേപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പുകളോ ഫോണ്ടുകളോ ഒന്നും അല്ല ഏതിനകത്തുള്ളത്, നമ്മുടെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിനകത്തുള്ളത്.
Instead, each individual character is formed by the arrangement of a series of pins. ഒരു സീരീസ് ഓഫ് പിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് എന്തിൻ്റെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിനകത്ത് ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എ പ്രിൻ്റർ ഹാസ് എ ഹെഡ് വിച്ച് കണ്ടെയ്ൻസ് പിൻസ്. ഇങ്ങനെ പിന്നുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഹെഡ് എന്നാണ്. ഈച്ച് ക്യാരക്ടർ പ്രിൻ്റഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് പാറ്റേൺ ഓഫ് ഡോട്ട്സ്. കുറേ ഡോട്ടുകളുടെ പാറ്റേണുകളായിട്ടാണ് ഇതിനകത്ത് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പിൻ അറേഞ്ച്മെൻ്റ് ഉള്ള ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകളുണ്ട്. നമുക്ക് എക്സാമ്പിളായിട്ടൊരു 9 പിൻ പ്രിൻ്റ് ഹെഡിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ ഒരു എൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പം നമ്മളിങ്ങനെ 9 പിൻസ് ഉണ്ട്. നിങ്ങൾ 9 പിൻസ് ഇങ്ങനെ താഴെ 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 അറേഞ്ച് ചെയ്തിരിക്കുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ആദ്യം എല്ലിൻ്റെ ആദ്യത്തെ പാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയറിങ് ഓൾ 9 പിൻസ് ഓൺസ് ടു മേക്ക് ദ വെർട്ടിക്കൽ ലൈൻ. ഈ 9 പിന്നുകളും സ്ട്രൈക്ക് ചെയ്യും. ദെൻ ഫയറിങ് ദ ബോട്ടം പിൻ ഓൺ ആഫ്റ്റർ ദ അനദർ ടു മേക്ക് ദ എൽ സ്റ്റൈൽ. അപ്പം നമ്മളിങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൊറിസോണ്ടൽ ഒരു ചെറിയ ലൈനും കൂടെ ഉണ്ട്. അതിനു വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ ബോട്ടം പിന്ന്, ഏറ്റവും താഴെയുള്ള പിന്ന് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ എല്ലിൻ്റെ ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ 9 പിന്ന് താഴെ 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 അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ആ എല്ലിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9 പിന്നുകളും ഒരേ സമയം സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈൻ വീഴും. ഡോട്ട് ഇട്ട് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന പോലുള്ളൊരു വെർട്ടിക്കൽ ലൈൻ വീഴും. ഇനി എല്ലിൻ്റെ ടെയിൽ എൻഡ് ഉണ്ടാക്കാൻ, ആ ഹൊറിസോണ്ടൽ ചെറിയ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9ാമത്തെ പിന്ന് 1 by 1 ആയിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആ എൽ എന്ന് പറയുന്നതിൻ്റെ ടെയിലും ഉണ്ടാവും. അപ്പോൾ ഇത് കൂടുതൽ ക്വാളിറ്റിയിലുള്ള പ്രിൻറ്റിങ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പിന്നുകളുടെ എണ്ണം കൂട്ടിയാൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് 24 പിന്നുകളുള്ള ഡോട്ട് മാട്രിക്സ് മോഡലുകളും അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പ്രിൻറ്റിങ് ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനകത്ത് റിബൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻ്റ് ഹെഡിൻ്റെയും പേപ്പറിൻ്റെയും കൂടെ ഇടയിലുണ്ടാവും. ഒരു റിബൺ ഉണ്ടാവും. ആ റിബണിലാണ് ഇങ്ക് അടങ്ങിയിരിക്കുന്ന ഒരു റിബൺ. ആ റിബൺ എന്ന് പറയുന്നത് പേപ്പറിൻ്റെയും നമ്മുടെ ഹെഡിൻ്റെയും കൂടെ ഇടയിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പിന്നുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. നിങ്ങളുടെ ആ ഫിഗറിൽ കാണുന്നതുണ്ടാവും 9 പിന്നുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടി ഏതൊക്കെ പിന്നാണോ വേണ്ടത് ആ പിന്നൊന്ന് എമർജ് ചെയ്യും. എന്നിട്ട് ഈ റിബണിനെ പേപ്പറുമായിട്ട് സ്ട്രൈക്ക് ചെയ്യിച്ചു കൊടുക്കും. അപ്പോൾ ആ പിന്നുകൾ ഏതൊക്കെ പിന്നാണോ എമർജ് ചെയ്തിരിക്കുന്നത് ആ പിന്നുകൾ മാത്രമല്ലേ നമ്മുടെ റിബണും പേപ്പറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ ആ റിബണിലുള്ള ആ പർട്ടിക്കുലർ പിന്നിൻ്റെ പൊസിഷനിലുള്ളത് മാത്രം പേപ്പറിൽ പതിയും. ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ റിബൺ കാർട്രിഡ്ജ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഹാവ് എ ലെങ്ത് ഓഫ് പ്രീ ഇങ്ക്ഡ് ഫാബ്രിക് റിബൺ വൗണ്ട് ഇൻസൈഡ് ഓഫ് ദം. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് തന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടെയുള്ള ഇങ്ങനെ ഇങ്ക് തീർന്നു പോകും. അതുകൊണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകത്തക്ക വിധത്തിലുള്ള ഒരു മെക്കാനിസമാണ് ഈ റിബൺ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആസ് ദ പ്രിൻ്റർ പ്രിൻറ്റ്സ് ഇറ്റ് അഡ്വാൻസസ് ദ റിബൺ ആൻഡ് ഗ്രാജുവലി യൂസസ് ഇറ്റ് അപ്പ്. ഇതിങ്ങനെ പ്രിൻ്റ് ചെയ്ത് ചെയ്യുന്നതിനനുസരിച്ച് റിബൺ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ പൊസിഷനിലുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നത് പോലെ എസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏതൊക്കെ വേണം? അതിൽ ആദ്യം 9 പിന്നുകളിൽ കണ്ടോ, ആദ്യത്തെ ഒരു സ്ട്രൈക്കിംഗ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ട്രൈക്കിംഗ്, മൂന്നാമത്തെ സ്ട്രൈക്കിംഗ്, അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് എസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നുകൾ മാത്രം എമർജ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യപ്പെടും. അപ്പോൾ 24 പിന്നാണെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ ആ ഫിഗറിൽ കാണുന്നുണ്ട്. 24 പിന്നാവുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള തരത്തിലുള്ള ഡോട്ട് മാട്രിക്സ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കഴിയും. നമുക്ക് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന്, അത് ഇൻഎക്സ്പെൻസീവാണ്. എക്സ്പെൻസ് വളരെ കുറവാണ്. പ്രിൻറ്റിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. കാരണം ഒരു റിബണാണ് അതിനകത്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവാണ്. വൈഡ്ലി യൂസ്ഡ് പ്രിൻ്ററാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്.
വേറെ ലാംഗ്വേജുകളിലുള്ള ക്യാരക്ടറുകളും പ്രിൻ്റ് ചെയ്യാൻ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിനെ കൊണ്ട് കഴിയും. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലോ സ്പീഡും പ്യുവർ ക്വാളിറ്റിയാണ്. എന്താ സ്ലോ സ്പീഡിനുള്ള കാരണം? നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് കുറവായിരിക്കും. ഡോട്ടുകളായിട്ടാണ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും കുറവായിരിക്കും. അടുത്ത ടൈപ്പിലുള്ള ഒരു ക്യാരക്ടർ പ്രിൻ്ററാണ് ഡെയ്സി വീൽ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെയ്സി വീൽ പ്രിൻ്റേഴ്സും ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് തന്നെ പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിലെ പ്രിൻറ്റിംഗ് മെക്കാനിസം സാധാരണഗതിയിലുള്ള ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ മെക്കാനിസത്തിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള അല്ല. ഹെഡ് എന്ന് പറയുന്നത് ഒരു വീല് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡെയ്സി വീൽ പ്രിൻ്ററിനകത്ത് ഒരു വീലുണ്ടാവും. അതിൻ്റെ ഓരോ പെറ്റലുകളിലും ഇങ്ങനെ ഓരോ ക്യാരക്ടറുകൾ ഇങ്ങനെ എംബസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ആ ഫിഗറിൽ കാണുന്നത് കണ്ടോ, അതിനകത്ത് ഇങ്ങനെ ഒരു വീലുണ്ട്. ആ വീലിൻ്റെ ഓരോ പെറ്റലിലും ഓരോ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടറിൻ്റെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഈ ഡെയ്സി വീല് റൊട്ടേറ്റ് ചെയ്യുകയും ആ പർട്ടിക്കുലർ ക്യാരക്ടർ ആ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഹാമർ എന്ത് ചെയ്യും? ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഒരു റിബൺ, അതിൻ്റെ ബാക്കിൽ ഒരു പേപ്പർ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഡെയ്സി വീലുള്ളത്, അതിൻ്റെ പുറത്തൊരു ഹാമറുണ്ട്. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടർ എത്തുമ്പോൾ നമ്മുടെ ഹാമർ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ആ ക്യാരക്ടർ അവിടെ പതിയും. ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിൻ്ററുകളാണ് ഡെയ്സി വീൽ പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഡെയ്സി വീൽ പ്രിൻ്ററുകളുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോർ റിലയബിൾ ദാൻ DMB. നമ്മുടെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകളെ അപേക്ഷിച്ച് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള പ്രിൻ്ററുകളാണ്. കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ, ആ ഒരു ക്യാരക്ടർ ആ പെറ്റലിനകത്ത് എംബസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഡോട്ടുകളായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഫോൺസ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ്. ഒരു ഫോണ്ട്, ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും. ആ വീല് ഒന്ന് റീപ്ലേസ് ചെയ്ത് അടുത്ത ഒരു ക്യാരക്ടറിനുള്ള വീൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് എംബോസ് ചെയ്തിട്ടുള്ള ഡെയ്സി വീൽസ് ഉണ്ടാവും. നമുക്ക് ഏത് വേണോ അതിനനുസരിച്ച് പ്രിൻ്റ് ചെയ്യാം. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് DMBയേക്കാൾ സ്ലോവറാണ്. എന്തുകൊണ്ടാണ്? ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ എനിക്ക് കോളേജ് എന്നടിക്കണമെങ്കിൽ ആദ്യം C എന്ന് പറയുന്നത് ഇരിക്കുന്ന ആ പർട്ടിക്കുലർ പെറ്റൽ വരുമ്പോൾ സ്ട്രൈക്ക് ചെയ്യണം, പിന്നെ O സ്ട്രൈക്ക് ചെയ്യണം. അങ്ങനെ 1 by 1 ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ DMBയേക്കാൾ സ്ലോവറാണ്. കുറച്ചുകൂടെ നോയ്സി ആയിരിക്കും, ബഹളം സൗണ്ടൊക്കെ കൂടുതലായിരിക്കും. മോർ എക്സ്പെൻസീവ് ദാൻ DMB. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകളേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഇനി നമുക്ക് ലൈൻ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകാം. ലൈൻ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈൻ ഒരു സമയം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അതിന് കഴിയും. അറ്റ് എ ടൈം എ ലൈൻ ക്യാൻ ബി പ്രിൻ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈൻ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിലുള്ള ഒരു രണ്ടാമത്തെ കാറ്റഗറിയാണ് ലൈൻ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈൻ പ്രിൻ്റേഴ്സിൽ വരുന്ന ആദ്യത്തെ ഒരു പ്രിൻ്ററാണ് ഡ്രം പ്രിൻ്റർ എന്ന് പറയുന്നത്. ദിസ് പ്രിൻ്റർ ഈസ് ലൈക്ക് എ ഡ്രം ഇൻ ഷേപ്പ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡ്രം പ്രിൻ്റർ. ഇതിങ്ങനെ ഒരു ഡ്രം പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രം പ്രിൻ്റർ എന്ന് പറയുന്നത്. ദ സർഫസ് ഓഫ് ദ ഡ്രം ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ട്രാക്കുകൾ. നമ്മളിങ്ങനെ ഇതിൻ്റെ സർഫസ് പല 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 ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ ട്രാക്ക് എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ പേപ്പർ. നമ്മുടെ ടോട്ടൽ ട്രാക്ക് എന്ന് പറയുന്നത് എത്ര ട്രാക്കാണ് അത് സൈസിന് ഈക്വൽ ആയിട്ടുള്ളതായിരിക്കും. അതായത് ഒരു പേപ്പറിൻ്റെ വിഡ്ത്ത് 132 ക്യാരക്ടറുകളാണ് എങ്കിൽ ആ 132 ട്രാക്കുകളായിരിക്കും ആ ഡ്രമ്മിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പേപ്പർ സൈസ് യൂസ് ചെയ്യുന്ന ഡ്രം പ്രിൻ്ററുകളിൽ ആ പേപ്പറിന് എത്ര വിഡ്ത്തുണ്ടോ, എത്ര വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ട്രാക്കുകളുള്ള ഒരു ഡ്രം ആയിരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്നത്. എ ക്യാരക്ടർ സെറ്റ് ഈസ് എംബസ്ഡ് ഓൺ ദ ട്രാക്ക്. ഈ ട്രാക്കുകളിലെല്ലാം ഇങ്ങനെ ക്യാരക്ടർ എംബസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 1 റൊട്ടേഷൻ ഓഫ് ദ ഡ്രം പ്രിൻറ്റ് 1 ലൈൻ. ഒരു തവണ ഈ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ഒരു ലൈൻ പ്രിൻ്റ് ചെയ്യും. അപ്പം ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള പ്രിൻ്ററുകളാണ്. 300 മുതൽ 2000 ലൈനുകൾ വരെ മിനിറ്റിനകത്ത് പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രം പ്രിൻ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്.
നമ്മൾ ആ ഡ്രം പ്രിൻ്ററിനകത്ത് എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, അവിടെ ഒരു ഡ്രം ഉണ്ടാവും. ആ ഡ്രമ്മിലുള്ള ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ആ ഓരോ ട്രാക്കിലും എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ക്യാരക്ടർ തന്നെ അതിൻ്റെ എല്ലാ കോളത്തിനകത്തും ഉണ്ടാവും. കണ്ടോ, നിങ്ങളവിടെ ഇപ്പോൾ ഡി എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അതിൽ എത്ര ട്രാക്കുകളുണ്ടോ ആ ട്രാക്കുകളിലെല്ലാം ഡി എന്ന് പറയുന്ന ആ ഇത് കാണും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര വിഡ്ത്തുണ്ടോ, അതായത് പേപ്പറിൽ എത്ര ഒരു വിഡ്ത്തിൽ എത്ര ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ അത്രയും ട്രാക്കുകൾ ഈ ഡ്രമ്മിനകത്തും ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ ഹാമർ, നമ്മളവിടെ ഒരു ഹാമറേ കാണിച്ചിട്ടുള്ളൂ എങ്കിലും ഓരോ പ്രിൻ്റ് കോളത്തിനും ഓരോ ഹാമറുകൾ വെച്ചുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഈ ഡ്രം ഇങ്ങനെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴാണ്, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കോളേജ് എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ അക്ഷരം സി ആണ്. നമ്മൾ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഡ്രമ്മിൻ്റെ ഓരോ പൊസിഷനുകളുണ്ടല്ലോ. ഇപ്പോൾ സി എന്ന് പറയുന്നത് വരുമ്പം സി എവിടെയൊക്കെയാണുള്ളത്? സി ആകെ ഒരെണ്ണമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഈ നമ്മുടെ ഹാമർ അതിലോട്ടങ്ങ് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ സി പതിയും. ഇനി ഓയുടെ പൊസിഷൻ എത്തുമ്പോഴത്തേക്ക് എവിടെയൊക്കെയാണോ ആ ഓ വേണ്ടത് അവിടെ അങ്ങ് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈനിൽ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു 3 സ്ഥലത്തുണ്ട്, എ എന്ന് പറയുന്ന ക്യാരക്ടർ 3 സ്ഥലത്തുണ്ട്. അപ്പോൾ ആ നമ്മുടെ ഡ്രമ്മിനകത്ത് എ എന്ന് പറയുന്ന ക്യാരക്ടർ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എവിടെയൊക്കെയാണോ എ എന്ന് പറയുന്ന ക്യാരക്ടർ വേണ്ടത് ആ ഭാഗത്തുള്ള പിന്നുകൾ സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ കോളങ്ങളിൽ മാത്രം എ പതിയും. അപ്പോൾ ഒരു തവണ ഈ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ലൈൻ മൊത്തത്തിൽ പ്രിൻ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിൻ്ററുകളാണ് ഡ്രം പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡ്രം പ്രിൻ്ററിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നോക്കാം. അഡ്വാൻറ്റേജുകളിൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഹൈ സ്പീഡിലുള്ള പ്രിൻറ്റിംഗ് ആണ് നടക്കുന്നത്. കാരണം എന്താ, ഒരു ലൈൻ ഒരേ സമയം പ്രിൻ്റ് ചെയ്യും. ഒരു തവണ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നു കഴിയുമ്പോൾ ഒരു ലൈൻ അങ്ങ് പ്രിൻ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് പ്രിൻ്റർ. ക്യാരക്ടർ ഫോൺസ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഈ ഡ്രം റീപ്ലേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അടുത്ത ടൈപ്പിലുള്ള ഒരു ലൈൻ പ്രിൻ്ററുകളാണ് ചെയിൻ പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രിൻ്റർ എ ചെയിൻ ഓഫ് ക്യാരക്ടർ സെറ്റ്സ് ഈസ് യൂസ്ഡ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ചെയിൻ പ്രിൻ്റർ. നമ്മൾ മറ്റേതിനകത്ത് ഡ്രം ഉപയോഗിച്ച സ്ഥലത്ത് ഇവിടെ അതിന് പകരം ഒരു ചെയിൻ ഉപയോഗിക്കും. കണ്ടോ, ആ ചെയിനിലുള്ള ഇങ്ങനെ ക്യാരക്ടേഴ്സ് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു റിബൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പേപ്പർ അതിനകത്ത് ഇടയ്ക്ക് വെച്ചിരുന്നാൽ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഹാമേഴ്സ് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹാമർ നമ്മുടെ ആവശ്യമുള്ള സമയത്ത് സ്ട്രൈക്ക് ചെയ്ത് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറുകൾ ആ പേപ്പറിൽ പതിപ്പിക്കും. ഇത്തരത്തിലാണ് ചെയിൻ പ്രിൻ്ററുകൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയിൻ പ്രിൻ്ററുകളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോൺസ് ക്യാൻ ഈസിലി ബി ചേഞ്ച്ഡ്. ഇതിനകത്ത് ക്യാരക്ടർ ഫോണ്ടുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ആ ഒരു ചെയിനകത്താണ് ഈ ക്യാരക്ടറുകൾ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറുകൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഡിഫറൻറ്റ് ലാംഗ്വേജസ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ സെയിം പ്രിൻ്റർ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ലാംഗ്വേജുകൾക്കും അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് അതിനകത്ത് പതിപ്പിച്ചു കൊടുത്താൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോയ്സി ആയിരിക്കും. കാരണം ഒരു ചെയിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് എപ്പോഴും ഈ പ്രിൻ്ററിന് ഉണ്ടാകും. ഇനി നമുക്ക് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകാം. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് ഫോം ക്യാരക്ടേഴ്സ് ആൻഡ് ഇമേജസ് വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ പ്രിൻറ്റിംഗ് മെക്കാനിസം ആൻഡ് ദ പേപ്പർ. നമ്മൾ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ നമ്മുടെ പ്രിൻറ്റിംഗ് മെക്കാനിസവും പേപ്പറും തമ്മിലൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായി, അതൊരു സ്ട്രൈക്ക് ചെയ്താണ് അതിൽ പതിപ്പിക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ പ്രിൻറ്റിംഗ് മെക്കാനിസവും പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് വരാത്ത തരത്തിലുള്ള പ്രിൻ്ററുകളെ വിളിക്കുന്ന പേരാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ ആദ്യത്തെ ടൈപ്പിലുള്ള ഒരു പ്രിൻ്ററുകളാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സ് ഈച്ച് ഫീച്ചർ എ പ്രിൻ്റ് ഹെഡ് കണ്ടെയ്നിങ് തൗസൻഡ്സ് ഓഫ് ടൈനി ഹോൾസ്. അപ്പോൾ ഈ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ പ്രിൻ്റ് ഹെഡിനകത്ത് ഇങ്ങനെ കുറേ ചെറിയ 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 ഹോളുകൾ ഉണ്ടാകും.
These tiny openings drop microscopic droplets of ink onto the paper in the printer at a speed. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹെഡ് എന്ന് പറയുന്നതിനകത്ത്, അതായത് ഇങ്ക് ജെറ്റ് പ്രിൻ്ററിനകത്തുള്ള ഹെഡിനകത്ത് ഇങ്ങനെ ചെറിയ കുറേ ഹോൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഹോളുകളിലൂടെ ലിക്വിഡ് ടൈപ്പിലുള്ള ഇങ്കിനെ ഇങ്ങനെ സ്പ്രേ ചെയ്യും. അതായത് ആ ടൈനി ഓപ്പണിങ്സ് വഴി സ്പ്രേ ചെയ്ത് നമ്മുടെ പേപ്പറിനകത്തേക്ക് പിടിപ്പിക്കുകയാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ ചെയ്യുന്നത്. ഇങ്ക് ജെറ്റ് മെഷീൻസ് യൂസ് എ ലിക്വിഡ് ഇങ്ക് പ്രൊഡ്യൂസ്ഡ് എയ്തർ ബൈ എ കളേർഡ് ഡൈ ഓർ എ ലിക്വിഡ് ദാറ്റ് കണ്ടെയ്ൻസ് സോളിഡ് പിഗ്മെൻറ്റ്സ് ഇൻ സസ്പെൻഷൻ. അതായത് ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു ഇങ്ക് ആയിരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആസ് ദ പ്രിൻ്റ് ഹെഡ് മൂവ്സ് ഹൊറിസോണ്ടലി ഇൻ ദ മെഷീൻ, ദ പേപ്പർ പാസസ് ത്രൂ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ പ്രിൻ്റ് ഹെഡ്, നിങ്ങൾ ഈ ഇങ്ക് ജെറ്റ് പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിൻ്റ് ഹെഡ് ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പേപ്പർ വെർട്ടിക്കലിയാണ് മൂവ് ചെയ്ത് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആസ് ദ പേജ് പാസസ് ത്രൂ, ദ ഇൻഡിവിജ്വൽ ഹോൾസ് ഇൻ ദ പ്രിൻ്റ് ഹെഡ് ആർ ആക്ടിവേറ്റഡ് ആൻഡ് സ്മാൾ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഈസ് പുഷ്ഡ് ഓൺ ടു ദ പേജ്. അപ്പോൾ നമുക്ക് ഈ ഇമേജ് എവിടെയൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഹോളുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും ആ ഹോളുകൾ വഴി ഈ ലിക്വിഡ് ഇങ്കിനെ പുറത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ദിസ് പ്രോസസ് പെർഫോംഡ് അറ്റ് ഹൈ സ്പീഡ് വിത്ത് തൗസൻഡ്സ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് ഫോം ടുഗദർ ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ ടെക്സ്റ്റ് ഓർ ഇമേജ് ദാറ്റ് ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ് ഓൺ ടു ദ മീഡിയ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സ്പീഡിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം കൂടെ ചേർന്ന് ആ ഇമേജ് ഫോം ചെയ്യും. ടു ദ നേക്കഡ് ഐ, ദ ഓവറോൾ ഇമേജ് ലുക്സ് ടു ബി സോളിഡ് ബിക്കോസ് ദ ഡോട്ട്സ് ആർ സോ ടൈനി. നമ്മൾ നോക്കുമ്പോൾ നമുക്കിതൊരു നല്ല ഇമേജ് ആയിട്ട് കാണും. കാരണം ഇതിങ്ങനെ ഓരോ ഡ്രോപ്ലെറ്റ് ആയിട്ടാണ് പതിക്കുന്നതെങ്കിലും അത് അത്രത്തോളം ചെറിയ തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മോർ റിലയബിൾ ആയിട്ടുള്ള പ്രിൻ്ററാണ്. ഹൈ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഒരു പേജിന് പ്രിൻ്റ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് നമ്മൾ കണക്കാക്കിയാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ഇതിനകത്ത് ഈ ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്നു, ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പേജ് പ്രിൻ്റ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ലേസർ പ്രിൻ്ററുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ്. പക്ഷേ കുറച്ചുകൂടെ മറ്റ് നേരത്തെ നമ്മൾ പഠിച്ച പ്രിൻ്ററുകളെ അപേക്ഷിച്ച് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ലേസർ പ്രിൻ്ററുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പോകാം. ലേസർ പ്രിൻ്റർ യൂസസ് എ ലൈറ്റ് സോഴ്സ്, ഡ്രം ആൻഡ് എ ടോണർ. അപ്പോൾ ഒരു ലേസർ പ്രിൻ്ററിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഈ 3 സാധനങ്ങളാണ്. ഒരു ഡ്രമ്മ്, ഒരു ടോണർ, പിന്നെ ഒരു ലൈറ്റ് സോഴ്സ്. അത് ലേസർ സോഴ്സോ LED സോഴ്സോ ഒക്കെ ആകാം. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഓൺ ദ പേജ്, ദ ഡ്രം ഈസ് ഫസ്റ്റ് ചാർജ്ഡ് ആൻഡ് ദെൻ ദ ലേസർ ഓർ LED ഈസ് ഷോൺ ഓൺ ടു ദ ഡ്രം ഇൻ ദ ഔട്ട്ലൈൻ ഓഫ് ദ ഇൻറ്റൻഡഡ് ഇമേജ്. അപ്പോൾ ഇതിനകത്തൊരു ഡ്രം ഉണ്ടാവും. ഡ്രം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഒരു റോഡ്. ഇതാദ്യം ചാർജ് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മുടെ ഈ ഇമേജ് ഉണ്ടല്ലോ, നമുക്ക് ഏത് ഇതാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ LED സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഇമേജിനെ നമ്മുടെ ഡ്രമ്മിനകത്തേക്ക് ഇൻറ്റൻറ്റ് ചെയ്യും. അപ്പോഴെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദ ടോണർ ഇറ്റ് സെൽഫ് ഈസ് അട്രാക്റ്റഡ് ടു ദ ഏരിയാസ് ഓഫ് ദ ഡ്രം ദാറ്റ് ഹാവ് ദ ചാർജ് knocked off and series of roller transferred the powder from the toner cartridge and presents it at the drum. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഡ്രം ചാർജ് ചെയ്തിരിക്കുകയാണ്. അതിനകത്തേക്കാണ് നമുക്ക് വേണ്ട ഇമേജ് നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യും, ഈ ടോണറിനകത്തുള്ള പൗഡേഡ് ഇങ്കാണ്. ആ പൗഡേഡ് ഇങ്ക് ആ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. എന്നിട്ട് അവിടെ ഇതിങ്ങനെ പറ്റിപ്പിടിക്കും നമ്മുടെ ഡ്രമ്മിനകത്ത്. The areas that are charged repel the toner and the area that is not attracts the toner particles which are pulled onto the drum and stick to the parts that make up the image. ആ ഇമേജ് ഉള്ള സ്ഥലത്തെല്ലാം ഇത് എന്ത് ചെയ്യും, നമ്മുടെ ടോണർ പറ്റിപ്പിടിക്കും. അറ്റ് ദ സെയിം ടൈം ദ പേപ്പർ ആൾസോ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു മീറ്റ് ദ ഡ്രം. ഈ
ഡ്രമ്മിലോട്ട് പേപ്പറും കൂടെ വരും. ഇറ്റ് ട്രാൻസ്ഫർ ദ ഇമേജ് അക്രോസ് ടു ദ പേജ് ഇറ്റ്സെൽഫ്. അതായത് എന്നിട്ട് ഈ ഡ്രമ്മിനകത്തിരിക്കുന്ന ഈ പൗഡേർഡ് ഇങ്കിനെ ഇത് പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഈ പേപ്പർ പിന്നീട് ഒരു ഫ്യൂസർ യൂണിറ്റിലൂടെ കടന്നു പോകും. ഫ്യൂസർ യൂണിറ്റിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് റോളറാണ്. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ ഈ ഹോട്ട് റോളറിനകത്തു കൂടി കടന്ന് ആണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അപ്പോഴെന്ത് ചെയ്യും? അവിടെ ഒരു ഹീറ്റും പ്രഷറും കൂടെ കൊടുക്കും. ഹീറ്റും പ്രഷറും കൂടെ കൊടുക്കുന്ന സമയത്ത് ഈ ടോണർ പാർട്ടിക്കിൾ മെൽറ്റ് ചെയ്ത് നമ്മുടെ പേപ്പറിനകത്തോട്ട് പറ്റിപ്പിടിക്കും. നമ്മൾ ഈ അയൺ ചെയ്ത് വരുന്നത് പോലെയാണ് ലേസർ പ്രിൻ്ററിനകത്തുനിന്ന് പേപ്പർ വരുന്നത്. നിങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കാണത്തില്ലേ, നല്ല ചൂട്, നല്ല തേച്ച് വടിയാക്കിയതുപോലുള്ള പേപ്പറുകളാണ് അതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം ഈ ഡ്രമ്മിൽ നിന്ന് ഈ പേപ്പറിലേക്ക് ആദ്യം പൗഡേർഡ് ഇങ്ങനെ പാസ് ചെയ്യും, എന്നിട്ട് അതിനെ ഒരു ഹീറ്റ് റോളറിലൂടെ കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് പ്രഷറും ഹീറ്റും അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ടോണറിനെ മെൽറ്റ് ചെയ്യിച്ച് ഈ പേപ്പറിൽ പറ്റിപ്പിടിക്കും. അങ്ങനെയാണ് ലേസർ പ്രിൻ്ററിനകത്ത് പ്രിൻറ്റിങ് നടക്കുന്നത്. നമുക്ക് ലേസർ പ്രിൻ്ററിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് നോക്കാം. ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ പ്രിൻ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള പ്രിൻ്ററുകളാണ്. വെരി ഹൈ സ്പീഡ്, വെരി ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട്, വളരെ ക്വാളിറ്റി കൂടുതലാണ്. ഗുഡ് ഗ്രാഫിക്സ് ക്വാളിറ്റി, നല്ല ഗ്രാഫിക്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോർട്ട്സ് മെനി ഫോൺസ് ആൻഡ് ഡിഫറൻറ്റ് ക്യാരക്ടർ സൈസ്, ഏത് സൈസിലുള്ള ഏത് ഫോണ്ടിലുള്ള ക്യാരക്ടറുകളെയും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രിൻ്റർ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതാണ് ലേസർ പ്രിൻ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രിൻ്ററുകളെക്കുറിച്ചും അവയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചുമൊക്കെ നോക്കി. ഇനി നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വേസിൽ നമുക്ക് എങ്ങനെ പ്രിൻ്ററിനെ കണക്ട് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് പ്രിൻ്ററുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഇതാണ് USB പോർട്ട് വഴി നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ആദ്യത്തെ ഫിഗറിൽ നോക്കി, ഇത്തരത്തിലുള്ളൊരു കേബിളായിരിക്കും നമ്മുടെ പ്രിൻ്ററിനെ USB പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുന്നത്. അതിൻ്റെ ഒരെൻഡിൽ പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടിൽ ഒരു ടൈപ്പ് കണക്ടറും മറ്റേ ടൈപ്പിൽ നമ്മുടെ സാധാരണ USB കണക്ടറും. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലേക്ക് പ്ലഗ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്ററിനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത് നമുക്ക് ഒരു മെത്തേഡാണ്, നമ്മൾ ഇഥർനെറ്റ് പോർട്ട് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന പ്രിൻ്ററുകളുണ്ട്. ഇഥർനെറ്റ് പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യുന്ന RJ45 ജാക്ക് കണക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള മെത്തേഡിൽ നമുക്ക് പ്രിൻ്ററിനെ കണക്ട് ചെയ്യാം. അതിനകത്ത് നമ്മുടെ പ്രിൻ്ററുകൾക്കകത്ത് ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടാവും. കണ്ടോ, നിങ്ങൾ ആദ്യത്തെ ഫിഗറിൽ കാണുന്നത് ആ പ്രിൻ്ററിൽ കാണുന്ന നെറ്റ്വർക്ക് പോർട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നെറ്റ്വർക്കിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം നെറ്റ്വർക്കിനകത്തേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രിൻ്ററിനകത്ത് ഇതൊരു നെറ്റ്വർക്ക് പ്രിൻ്ററായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നെറ്റ്വർക്ക് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്തൊരു 10 കമ്പ്യൂട്ടറുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 കമ്പ്യൂട്ടറുകൾക്കും ഈ നെറ്റ്വർക്ക് പ്രിൻ്ററിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു IP അഡ്രസ്സൊക്കെ നമുക്ക് ഈ പ്രിൻ്ററിനകത്തും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. ഇങ്ങനെ ഇഥർനെറ്റ് പോർട്ടുകൾ വഴി RJ45 കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിൻ്ററിനെ കണക്ട് ചെയ്യാം. നെറ്റ്വർക്ക് പ്രിൻ്ററുകളിലാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് മോഡേൺ ആയിട്ടുള്ള ചില പ്രിൻ്ററുകളിലൊക്കെ വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻ്ററുകളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആ പ്രിൻ്ററിനെ നമ്മുടെ വൈഫൈ വഴി നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിലുള്ള ഒരു ഇമേജിനെ ഡയറക്റ്റ് ആയിട്ട് വൈഫൈ വഴി അതിലേക്ക് പ്രിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ വൈഫൈ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള പ്രിൻ്ററുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രിൻ്ററിന് നെറ്റ്വർക്ക് പോർട്ടൊന്നുമില്ല, നെറ്റ്വർക്ക് പ്രിൻ്റർ അല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്കിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഷെയറിങ് അനദർ കമ്പ്യൂട്ടേഴ്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ആ ഫിഗറിൽ കാണുന്നുണ്ടോ, ഒരു കമ്പ്യൂട്ടർ 1 ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ 2 ഉണ്ട്. ഇവ തമ്മിലൊരു നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിൻ്ററിനെ കമ്പ്യൂട്ടർ 1ലേക്ക് കണക്ട് ചെയ്തിട്ടുമുണ്ട്.
അപ്പോൾ എൻ്റെ പ്രിൻ്റർ നെറ്റ്വർക്ക് പ്രിൻ്റർ അല്ല. നെറ്റ്വർക്ക് പ്രിൻ്റർ ആയിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു RJ45 ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് നെറ്റ്വർക്കിനകത്തേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ നെറ്റ്വർക്ക് പ്രിൻ്റർ അല്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ പ്രിൻ്ററിനെ നമ്മുടെ കമ്പ്യൂട്ടർ 1ലേക്ക് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻ്റർ എന്ന് പറയുന്ന ഹാർഡ്വെയറിനെ നമ്മൾ അവിടെ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന സമയത്ത് ആ പ്രിൻ്ററെ കമ്പ്യൂട്ടർ 2വിനും ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്ററിനെ ആ കമ്പ്യൂട്ടറുള്ള നെറ്റ്വർക്കിലെ ബാക്കിയുള്ള കമ്പ്യൂട്ടറുകൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയും കഴിയും. ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പിലുള്ള മെത്തേഡാണ് നമ്മുടെ പാരലൽ പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് പഴയ ടൈപ്പിലുള്ള പ്രിൻ്ററുകളിലാണ് അധികവും ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മളിത് അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പാരലൽ പോർട്ട് കാണും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സൈഡിലുള്ള പോർട്ടുകൾ അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ കണ്ടോ, അവിടെ ഒരു പാരലൽ പോർട്ട് ഉണ്ടാവും. ആ പാരലൽ പോർട്ട് എന്ന് പറയുന്നതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റ്. ആ സോക്കറ്റ് ഒരു ഫീമെയിൽ പോർട്ടാണ്. അതിപ്പോൾ ഒരു മെയിൽ സോക്കറ്റ് ഒരു കേബിളിലുണ്ടാവും. ഇനി പ്രിൻ്ററിൻ്റെ സൈഡിലും അതേ കണക്ക് ഒരു പോർട്ട് ഉണ്ടാവും. അവിടെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ആ കേബിൾ സൈഡിൽ കാണുന്നുണ്ടാവും. അതിനകത്ത് ആ നീല കളറിലുള്ള പാർട്ട് നമ്മുടെ പ്രിൻ്ററിനകത്തേക്കും മറ്റേ ആ പിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന മെയിൽ കണക്ടർ നമ്മുടെ പാരലൽ പോർട്ടിലേക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പാരലൽ പോർട്ടിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിൻ്ററിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇത് പഴയ കാലത്തുള്ള പ്രിൻ്ററുകളിലാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കാറില്ല. ഇപ്പം മിക്കവാറും എല്ലാം തന്നെ നെറ്റ്വർക്ക് പ്രിൻ്ററുകളോ USB കണക്ടിവിറ്റി ഉള്ള പ്രിൻ്ററുകളോ ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളൊരു പ്രിൻ്ററിനെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തമ്മിൽ കണക്ട് ചെയ്തു വെച്ചു. ആ പ്രിൻ്റർ വർക്ക് ചെയ്യില്ല. കാരണം ആ പ്രിൻ്ററിന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഡ്രൈവർ വേണം. അപ്പോൾ എന്താണ് പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ ഈസ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ഓൺ എ കമ്പ്യൂട്ടർ ദാറ്റ് കൺവേർട്സ് ദ ഡേറ്റ ടു ബി പ്രിൻറ്റഡ് ടു എ ഫോർമാറ്റ് ദാറ്റ് ദ പ്രിൻ്റർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു പ്രിൻ്ററിന് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതിനകത്തുണ്ടാവും. ആ പ്രിൻ്ററിനെ വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻ്റർ ഡ്രൈവർ എന്ന് പറയുന്നത്. The purpose of printer driver is to allow applications to do printing without being aware of the technical details of each printer model. നമ്മൾ ഈ പ്രിൻ്ററിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല. നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ പ്രിൻ്റ് വരുന്നുണ്ട് അല്ലേ. അതിന് സഹായിക്കുന്ന ആ സോഫ്റ്റ്വെയറിനെയാണ് പ്രിൻ്റർ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രിൻ്ററിനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം പോരാ, ആ കമ്പ്യൂട്ടറിലേക്ക് ഈ ഡ്രൈവർ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചൊക്കെ മാറി വരും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഡ്രൈവർ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പ്രിൻ്ററിനെ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെ വരും, ആ പ്രിൻ്ററിൻ്റെ പോർട്ടിനനുസരിച്ചുള്ള ഏത് കണക്റ്റിംഗ് മെത്തേഡാണോ ആ മെത്തേഡ് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നു. ഒന്നുകിൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുന്നു. എന്നിട്ടോ ഏതൊക്കെ കമ്പ്യൂട്ടറുകളിൽ നിന്നാണോ പ്രിൻ്റ് വേണ്ടത് അവിടെയൊക്കെ അതിൻ്റെ ആ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ, ദാറ്റ് ഈസ് ദ ഡ്രൈവർ, ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള പ്രോസസ്സ്. ഇത്രയുമാണ് ഒരു പ്രിൻ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ.